എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ തന്ത്രസമുച്ചയം 7-ാം പടലത്തിലെ 112-ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞ ക്ലാസ്സില് ഒന്ന് അർത്ഥം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ വിവരണം കുറെ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിവരണം കൂടി അടക്കമൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലിയിട്ട് തുടങ്ങാം. ഭൂയോ നൈവേദ്യസാരാമൃതമയ രസയോഗേന ഹൃന്മൂർത്യഭിഖ്യം ദേവം ജാജ്വല്യമാനജ്വലനരുചിമനുധ്യായ താം ധേനുമുദ്രാം ബദ്ധ്വാ നബ്ധാഞ്ജലിസൻ മനുവരമഭിജപ്യാഷ്ടശോസ്ത്രേണ രക്ഷാം കൃത്വാ ബദ്ധ്വാ കവാടം ബഹിരഥവ ഹവിഷാ തന്മയേഗ്നൗ ജുഹോതു. ഇവിടെ ഭൂയ പിന്നെ തദനന്തരം നൈവേദ്യസാരാമൃതമയ രസയോഗേന നൈവേദ്യസാരഭൂതേന നൈവേദ്യത്തിന്റെ സാരം ആയിട്ട് മാറിയിരിക്കുന്ന അതിന്റെ ആ രസത്തിന്റെ യോഗം കൊണ്ട്, അമൃതമയമായിട്ടുള്ള രസത്തിന്റെ യോഗം കൊണ്ട്, ആ യോഗം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് യോഗം ചെയ്തത് കൊണ്ട് എന്നർത്ഥം. യോഗം എന്ന് പറയുമ്പോൾ ചേരുക എന്നുള്ള അർത്ഥമാണ്. ആ ഇതിന്റെയൊക്കെ അമൃതമയമായിരിക്കുന്ന രസം ദേവങ്കലേക്ക് യോജിച്ചത് കൊണ്ട് എന്നർത്ഥം. അതാണ് യോഗം. ആ യോഗം വന്നത് കൊണ്ട് എന്നർത്ഥം. അങ്ങനെ ജാജ്വല്യമാനജ്വലനരുചിം, ജാജ്വല്യമാനജ്വലനരുചി, ജ്വലനരുചി, ജ്വലനം, രുചി, ജാജ്വല്യമാന ജ്വലനരുചി, അതായത് അതിശയേന എന്നാണ് പറഞ്ഞത്, വളരെ അധികം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ജ്വലത്, ജ്വലിക്കുന്ന, അഗ്നിനിഭം, അഗ്നിയുടെ ശോഭയോടുകൂടിയ, ഹൃന്മൂർത്യഭിഖ്യം, ഹൃന്മൂർത്തി ആയിട്ട് പേരോടുകൂടിയ, ഹൃന്മൂർത്തിയായിട്ടുള്ള, അതിന്റെയാണ് ഹൃന്മൂർത്തിം കേചിദിച്ഛന്തീത്യാത് ഉക്തസ്വരൂപം ദേവമനുധ്യായ. അപ്പൊ അവിടെ ആ ദേവനെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഹൃന്മൂർത്യഭിഖ്യം ദേവം അനുധ്യായ താം അമൃതപരുഷം കുർവതീം, അമൃതപരുഷത്തെ ചെയ്യുന്നതായ, ധേനുമുദ്രാം ബദ്ധ്വ, ധേനുമുദ്രയെ ബന്ധിച്ചിട്ട്, നബ്ധാഞ്ജലിസൻ, ബദ്ധാഞ്ജലി ഭൂത്വ, അഞ്ജലി മുദ്രയോട് കൂടിയിട്ട്, അഷ്ടശ മനുവരം മൂലമന്ത്രം അഭിജപ്യ, 8 മനുവരം മൂലമന്ത്രം, മൂലമന്ത്രത്തെ അഭിജപ്യ, ജപിച്ചിട്ട്, അസ്ത്രേണ രക്ഷാങ്കൃത്വ, അസ്ത്രമന്ത്രം കൊണ്ട് രക്ഷിച്ചിട്ട്, കവാടം ബുദ്ധ്വ, കവാടത്തെ അടച്ചിട്ട്, അഥ ബഹി, പിന്നെ പുറത്ത്, തന്മയേ ദേവമയേ അഗ്നൗ, ദേവമയമായിരിക്കുന്ന അഗ്നിങ്കൽ, ഹവിഷാജുഹോതു. അതാണ് നമ്മള് അത്രയാണ് പറഞ്ഞു നിർത്തിയത്. ഇവിടെ അഗ്നിയിൽ ഹോമിക്കുക എന്നുള്ള വിഷയത്തിലേക്കാണ് വരുന്നത്. അതിന്റെ വിവരണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ബാഹ്യമൂർത്തവും ജലഗന്ധാദി സമർപ്പണം താവത് ഏവം കൃതം. ബാഹ്യമൂർത്തിയിങ്കൽ എന്ന് പറയുമ്പോൾ ഈ 3 തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. അതിൽ സ്ഥൂല ശരീരം, അതാണ് ബാഹ്യമൂർത്തി. അവിടെ ജലഗന്ധാദി സമർപ്പണം താവത് ഏവം ഉക്തം. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ഇതൊക്കെ ബാഹ്യമൂർത്തിയായിട്ടുള്ള, അതായത് ഈ സ്ഥൂലമൂർത്തിയിലേക്ക് സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. അഥ ആഭ്യന്തരമൂർത്തവും ആഭ്യന്തരമൂർത്തിയെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഭൂയ ഇതി, വീണ്ടും, പുന ഇത്യർത്ഥ, വീണ്ടും എന്നർത്ഥം. നൈവേദ്യസാരസ്യ രസസ്യ, നൈവേദ്യത്തിന്റെ സാരം ആയിട്ടുള്ള, സാരം എന്ന് പറയുമ്പോൾ അതിന്റെ സാരം, ഏറ്റവും ഉള്ളിലുള്ള, ഓരോന്നിന്റെയും ഉള്ളിലുള്ള സാരം, അസാരം ആയിട്ടുള്ള രസസ്യ, നിവേദ്യത്തിന്റെ സാരമായിട്ടുള്ള രസം, ആ രസസ്യ സകലേ യോഗ താവത് അയം മുക്ത, അതിന്റെ എല്ലാ തരത്തിലുമുള്ള യോഗത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നൈവേദ്യസാര അമൃതമയ അഭി അസ്തി,
നൈവേദ്യ സാരം എന്ന് പറഞ്ഞാൽ അമൃതമയവും കൂടിയാണ്. നിവേദ്യത്തിന്റെ സാരം എന്ന് പറഞ്ഞാൽ നിവേദ്യത്തിന്റെ സാരമാണ്, അത് അമൃതമയവും ആണ്. അഭി രസ തദ്യോഗസ്തു ഹൃൺമൂർത്യഭിഖ്യേ ദേവേ ഭാവനീയ. രസ, ഈ രസം, തദ്യോഗ, ആ രസത്തിന്റെ യോഗം എവിടെ? ഹൃൺമൂർത്യഭിഖ്യേ ദേവേ ഭാവനീയ. ഹൃൺമൂർത്തിയായിരിക്കുന്ന ദേവങ്കലേക്ക് ആ രസത്തിന്റെ യോഗത്തെ നമ്മൾ ഭാവിക്കണം, നമ്മൾ സങ്കല്പിക്കണം. തദാചാസൗ, ആ സമയത്താണ്, തദാ അപ്പോൾ, ച അസൗ അപ്പോഴാണ്, അസൗ, അസൗ എന്ന് പറഞ്ഞാൽ ദേവൻ, അസൗ ദേവ, ആ സമയത്താണ്, ഇങ്ങനെ ഭാവിക്കുന്ന ആ ഒരു സമയത്താണ് ദേവൻ ജാജ്വല്യമാനജ്വലന രുചി അനുസന്ധേയ. ദേവനെ ജാജ്വല്യമാന ജ്വലന രുചിയായിട്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഇങ്ങനെ സങ്കല്പിക്കുന്ന സമയത്താണ് ആ ഒരു ഭാവം ദേവന് കൈവരിക. ഇതേപോലെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് ആ ദേവൻ ജാജ്വല്യമാനജ്വലന രുചിയായിട്ട് മാറും. അതാണ്. അങ്ങനെ നമ്മൾ ഈ സങ്കല്പത്തിന്റെ കൂടെ തന്നെ അതും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാജ്വല്യമാനജ്വലന രുചിഗ്രഹണ ഹൃൺമൂർത്തി നിർദ്ദേശാദയം അഭി സകള. ഇവിടെ ഹൃൺമൂർത്തി നിർദ്ദേശാദയം അഭി സകള ജാജ്വല്യമാന ജ്വലന രുചിഗ്രഹണാത് അഗ്നി ആകാരോ നിഷ്കളോപി വികൽപ്പനീയ. ഇവിടെ ഹൃൺമൂർത്തി എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ആ മൂർത്തി, നിർദ്ദേശ ആദയം അഭി, ഹൃൺമൂർത്തി എന്നുള്ള നിർദ്ദേശം മുതലായ കാര്യങ്ങളൊക്കെ സകള, സകല, സകള, സകള എന്ന് പറയുമ്പോൾ സകളനായിട്ടുള്ള അവസ്ഥ. ജാജ്വല്യമാനജ്വലന രുചിഗ്രഹണാത് അഗ്നി ആകാരോ നിഷ്കളോപി വികൽപ്പനീയ. ഇപ്പൊ ജാജ്വല്യമാനജ്വലന രുചിഗ്രഹണം എന്ന് പറഞ്ഞല്ലോ, ജാജ്വല്യമാനജ്വലന രുചിയായിട്ട് സങ്കല്പിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ എന്താണ് എടുക്കേണ്ടത് എന്നാ പറയുന്നത്. അതിൽ നിന്നും നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ജ്വലന രുചിഗ്രഹണാത് അഗ്നി ആകാര, അഗ്നിയുടെ ആകാരത്തെ, അഗ്നിയുടെ ആകാരത്തെ നിഷ്കള അഭി വികൽപ്പനീയ. ദേവൻ നിഷ്കളനായിട്ടുള്ള രൂപം ആണ് എങ്കിലും ഇതേപോലെയുള്ള ഒരു അഗ്നിയെ നമ്മൾക്ക് അവിടെ വികൽപ്പനീയ, വിശേഷമായിട്ട് കൽപ്പനീയ, അങ്ങനെ കൽപ്പിക്കേണ്ടി വരും എന്നർത്ഥം. ഈ സ്ഥൂല രൂപത്തിലാണ് ഇങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ കാണുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സ്ഥൂലമൂർത്തിയുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള പിന്നെ ഹൃൺമൂർത്തിയായിട്ടുള്ള, അതായത് നിഷ്കളസ്വരൂപിയായിട്ടുള്ള ദേവനെയാണ് പിന്നെ നമ്മൾ, അതായത് സ്ഥൂല സൂക്ഷ്മ രൂപത്തെയാണ് പിന്നെ നമ്മൾ ഭാവിക്കുന്നത്. അവിടേക്കാണ് ഈ നിവേദ്യ രസത്തെ, അമൃതമയമായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പൊ അത് ആ യോഗം ആ ദേവന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേവൻ ജാജ്വല്യമാനജ്വലന രുചിയായിട്ട് മാറും, വളരെയധികം ശോഭിക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക് മാറും. അങ്ങനെ മാറും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്തെടുക്കണം? അഗ്നിയുടെ അഗ്നിയാകാരത്തെ സങ്കല്പിക്കണം. അവിടെ ദേവൻ നിഷ്കള അപി വികൽപ്പനീയ, നിഷ്കളനായിട്ടുള്ള സ്വരൂപത്തിലാണെങ്കിലും, നിഷ്കളൻ എന്ന് പറഞ്ഞാൽ ഒരു കലയും ഇല്ലാത്തതെന്നാണ്. എന്നാൽ പോലും ഇങ്ങനെയൊരു നിഷ്കളനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അഗ്നിയുടെ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു രൂപത്തെ നമ്മൾ അവിടെ സങ്കല്പിക്കണം എന്നർത്ഥം. വികൽപ്പനീയ, വിശേഷമായിട്ട് കൽപ്പനീയ. യദ്വാ, യാതൊന്നാണോ, ഭൂയാൻ നൈവേദ്യസാര യേഷാന്തേ ഭൂയോ നൈവേദ്യസാരാഹ. ഭൂയോ നൈവേദ്യസാര എന്ന് പറഞ്ഞതാണ് പറഞ്ഞത്. ഭൂയാൻ നൈവേദ്യം, ഭൂയാൻ ധാരാളമായിട്ടുള്ള, നൈവേദ്യസാരത്തെ
യാതൊരു ആൾക്കാണോ കിട്ടുന്നത്. അതാണ് ഭൂയോ നൈവേദ്യസാര എന്ന് പറയാൻ കാരണം അതാണ്. ജലഗന്ധാദി ഷഡ് ഉപഹാരദ്രവ്യ സാരാംശ. എന്താണ് ഈ നിവേദ്യ സാരങ്ങള്? അതാണ് ജലഗന്ധാദി, ജലം, ഗന്ധം തുടങ്ങിയിട്ടുള്ള ഷഡ് 6 ഉപഹാരദ്രവ്യങ്ങളുടെ സാര അംശത്തെയാണ് ഇവിടെ ഭൂയോ നൈവേദ്യസാര എന്ന് പറഞ്ഞിട്ടുള്ളത്. യദുക്തം അന്നരസോ ഭൂയാൽ അന്നരസോ ഭൂയാനദ്യ പ്രകൃതി ബ്രഹ്മണാത് ഇതി. ഭൂയോ ഗ്രഹണേന, ഭൂയ എന്ന് പറഞ്ഞത് കൊണ്ട് നിവേദ്യരസസ്യ പ്രധാനത്വം തദംഗത്വം ച ഇതരേഷാം രസനാം ഉക്തം ഭവതി. ഭൂയ എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് നമ്മൾ എടുക്കണം? നിവേദ്യരസത്തിന്റെ പ്രധാനത്വം, നിവേദ്യരസത്തിന്റെ പ്രധാനമായിട്ടുള്ള അവസ്ഥയെ തദംഗത്വം ച, ആ പ്രധാനമായിട്ടുള്ള അവസ്ഥയും തദംഗത്വവും ഇതരേഷാം രസനാം ഉക്തം ഭവതി, മറ്റുള്ള ഇതരേഷാം രസനാം, മറ്റുള്ള രസനയെ ഉക്തമായിട്ട് ഭവിക്കുന്നു. ഭൂയ നൈവേദ്യസാരാണാം യേഷാം അസ്ത്യാന്തരോ അമൃതമയോ രസ. ഭൂയോ നൈവേദ്യസാര, ഭൂയോ സാരമായിട്ടുള്ള ആ അവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് അസ്ഥി ആന്തരോ അമൃതമയോ രസ, അവിടെ ആന്തരമായിട്ടുള്ള, ഉള്ളിലുള്ളതായിട്ടുള്ള അമൃതമയമായിട്ടുള്ള രസത്തെ ആണ് ഉള്ളത് എന്ന്. തദുക്തം സപുനസ്ത്രിവിധ, അത് പിന്നെ 3 വിധത്തിലുണ്ട്. രസ സുധാംശു പ്രകൃതി ചേതി, രസം സുധാംശു പ്രകൃതി ചേതി. രസം സുധാംശു അമൃതമയം, പ്രകൃതി പ്രകൃത്യാൽ ഉള്ളത്. അങ്ങനെ 3 തരത്തിൽ. രസം, രസമയം, പിന്നെ അമൃതമയം, പിന്നെ പ്രകൃതി പ്രകൃതിയാൽ ഉള്ള ആ ഭാവം. അങ്ങനെ 3 തരത്തില്. സുഖോത്തരൈ സ്വരൂപൈരിതി തദ്യോജന ഹൃന്മൂർത്യഭിഖ്യേ ദേവേ ഭാവനീയ. സുഖോത്തരങ്ങളായിരിക്കുന്ന സ്വരൂപങ്ങളാൽ, തദ്യോജന സുഖ ഉത്തരങ്ങൾ, സുഖമാണ് അവശേഷിക്കുക, അങ്ങനെയുള്ള സുഖം ഉത്തരമായിട്ടുള്ള സ്വരൂപങ്ങളാൽ തദ്യോജന, ഇതിന്റെയൊക്കെ യോഗം ഹൃന്മൂർത്യഭിഖ്യേ ദേവേ ഭാവനീയ. അതായത് ഈ രസങ്ങള് പിന്നെ സുധാംശു, അമൃതമയം, പ്രകൃതി ആയിട്ടുള്ള ഈ 3 തരത്തിലാവുമ്പോഴൊക്കെ ഓരോന്നിലും സുഖം ലഭിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ആ യോഗം വരിക. ഓരോന്നിനും അതിൻ്റെതായ സുഖങ്ങള് ദേവന് ലഭിക്കുന്ന രീതിയിലാണ് വരിക. ഇപ്പൊ രസ ആണെങ്കിൽ ആ രസതരത്തില് സുഖം കിട്ടും. സുധാംശു ആയിട്ട്, അമൃതമയമായിട്ട് ഉണ്ടാകുമ്പോൾ ആ അമൃതമയമായിട്ടുള്ള സുഖം ദേവന് ലഭിക്കും. പ്രകൃതി ആകുമ്പോൾ പ്രകൃത്യാൽ, ആ എങ്ങനെയാണോ ആ നൈവേദ്യം അതേപോലെ കൊടുക്കുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള സുഖം ലഭിക്കും എന്നർത്ഥം. ഇതൊക്കെ ആ ദേവന് കിട്ടുന്നു, ആ യോഗങ്ങളൊക്കെ ദേവന് വരുന്നുണ്ട് എന്ന് ഭാവനീയ എന്ന് ഭാവിക്കണം. കീദൃശോസൗ ദേവേ ഇത്യാഹ, ദേവ ഇത്യാഹ, ദേവേ ഇത്യാഹ. കീദൃശ അസൗ ദേവേ, അസൗ ദേവ ഇതി ആഹ. ആ ദേവൻ എപ്രകാരത്തിലുള്ളതാണ്? കീദൃശ അസൗ ദേവ ഇതി ആഹ. ആ ദേവൻ എപ്രകാരത്തിലാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ജ്വലന രുചിം ഇതി, ജ്വലന രുചിയായിട്ട് ഉള്ള ദേവനാണ് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഈ രുചികളുടെ, രസങ്ങളുടെ, അമൃതമയത്തിന്റെ, പ്രകൃതിയുടെ ഒക്കെ യോഗം ഉണ്ടാവുന്ന സമയത്ത്, അതൊക്കെ യോജിക്കുന്ന സമയത്ത് ദേവന് ഉണ്ടാവുന്ന ഒരു ഭാവം ആണ് ജ്വലന രുചിം ഇതി, ജ്വലന രുചിയായിട്ടുള്ള ഭാവം. തദുക്തം അനലത്വം അതീവ ഭാസുരത്വാത് ഇത്യാദി. അതായത് അനലം, അനലൻ എന്ന് പറഞ്ഞാൽ, അനലത്വം എന്ന് പറഞ്ഞാൽ
അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ആ അഗ്നിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ അതീവ ഭാസ്വരമാണ്, വളരെ ശോഭിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും എഴുതാൻ പറയാനുള്ള കാരണം. ഭഗവത്യനലാത്മകേ വിദധ്യാൽ പ്രതതേ തേജസി തദ്ഗതേ സുധാംശും ഇതി ച. ഭഗവതി അനലാത്മകേ ഭഗവതി, അനലാത്മകനായിരിക്കുന്ന, അനലാത്മകൻ എന്ന് പറയുമ്പോൾ അഗ്നി ആത്മകനായിരിക്കുന്ന ഭഗവതി, ഭഗവാന്. ഭഗവതി എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്നുള്ളതിന്റെ സപ്തമിയാണ് ഭഗവതി എന്നുള്ളത്. ഭഗവതി എന്ന് ദീർഘല്ല, ഭഗവതി എന്ന് പറയുമ്പോ ഭഗവാൻ എന്നുള്ള തകാരാന്തമായിട്ടുള്ള രൂപത്തിന്റെ സപ്തമിയാണ് ഭഗവതി. അതായത് ഭഗവാൻകൾ എന്നർത്ഥം വരും. അങ്ങനെ ഭഗവാൻകൾ, അനലാത്മകേ ഭഗവതി, അനലാത്മകനായിരിക്കുന്ന ഭഗവാന് എന്നർത്ഥം. അനലാത്മകൻ എന്ന് പറയുമ്പോൾ അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാൻകൾ. അനലാത്മകേ ഭഗവതി വിദധ്യാത് പ്രതതേ തേജസി തദ്ഗതേ സുധാംശും. തേജസ്സിങ്കൽ, ആ ദേവന്റെ തേജസ്സിങ്കൽ, തദ്ഗതേ സുധാംശും, തേജസ്സിങ്കലാണ് ഈ സുധാംശുവിനെയും ഒക്കെ അമൃതമയത്തെയൊക്കെ സമർപ്പിക്കുന്നത്. ഇതിച്ച ജ്വലന രുചിത്വാത് ദേവസ്യ ദ്രവ്യസ്യ ച അമൃതമയത്വാത് തദ്യോജനാ പ്രകാരോപി സൂചിതയേവ. ഈ ജ്വലന രുചിത്വം ഉള്ളത് കൊണ്ട് തന്നെ ദേവന്റെ ദ്രവ്യത്തിന്റെയും അമൃതമയത്വാത്, അമൃതമയമായിട്ടുള്ള ഭാവമാണ് എന്ന് പറഞ്ഞു. ആ ഭാവവും കൂടി ഉള്ളത് കൊണ്ട് തദ്യോജനാപ്രകാര അതി സൂചിതയേവ, അതെപ്രകാരമാണ് യോജിക്കുന്നത് എന്നും സൂചിക്കപ്പെട്ടു. തദ്യോഗേ തദവസ്ഥാം ആഹാ, അത് ആ യോഗം ഉണ്ടാവുന്ന സമയത്ത് തദവസ്ഥാം ആഹാ, അത് യോഗം ചെയ്യുന്ന സമയത്ത് ദേവൻ ഉണ്ടാവുന്ന ഭാവത്തെയാണ് പറയുന്നത് ജാജ്വല്യമാനം ഇതി. അപ്പോൾ ദേവൻ ഉണ്ടാവുന്ന ഭാവമാണ് ഈ ജ്വലിക്കുന്ന സ്വരൂപം, ജാജ്വല്യമാനം എന്നുള്ള ആ ഒരു ഭാവം. യദുക്തം ഘൃതസേകാദ്യഥായജ്ഞേ വർദ്ധതേ ഹവ്യവാഹന തഥൈവ ഫലദാനായ വർദ്ധതേ ഭഗവാംസ്തഥാ. ഘൃതം, നെയ്യ് ഒഴിക്കുക, സേകം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യജ്ഞേ വർദ്ധതേ ഹവ്യവാഹന. അപ്പൊ നെയ്യ് ഈ തീയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അവിടെ അഗ്നിക്ക് നല്ല ജ്വലനം ഉണ്ടാവുന്നു, തീ ആളിപ്പടരുന്നു എന്നർത്ഥം. നെയ്യ് ഒഴിക്കുന്ന സമയത്ത് തീ ആളിപ്പടരുന്നു, അതേപോലെ എന്നർത്ഥം. തഥൈവ ഫലദാനായ വർദ്ധതേ ഭഗവാംസ്തഥ. അതേപോലെ തന്നെ ഈ ഫലങ്ങളെ ദാനം ചെയ്യുന്നത് കൊണ്ട്, ഇതിനൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് ഫലദാനായ ഭഗവാൻ തഥാ വർദ്ധതേ, ഫലങ്ങളെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനും ഇതേപോലെ വർദ്ധിത തേജസ്വരൂപനായിട്ട് മാറും എന്നർത്ഥം. ആ ഭഗവാൻ നമുക്കെന്നില്ല, ആർക്കാണോ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഫലത്തെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭഗവാനും ഇതേപോലെ തന്നെ ജ്വലിച്ചു നിൽക്കും എന്നർത്ഥം. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അഗ്നിയിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ അഗ്നി ആളിപ്പടരുന്നത്, അതേപോലെ തന്നെ ഈ നൈവേദ്യ സാരങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ഭഗവാനും വർധനവുണ്ടാവുന്നു, തേജസ്സിന് വർധനവുണ്ടാവുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആ തേജസ് വർദ്ധിക്കുന്നത്? ഫലദാനായ, ഫലത്തെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം. ഇതി ഭൂയോ നൈവേദ്യസാരേതി ഭൂയഗ്രഹണേന ഏതദപി സൂചിതം. ഭൂയ, വീണ്ടും നൈവേദ്യസാര ഇതി, നൈവേദ്യസാരം എന്ന് ഭൂയഗ്രഹണേന വീണ്ടും പറഞ്ഞത് കൊണ്ട് തന്നെ ഏതദപി സൂചിതം, ഇതിനെയും കൂടി സൂചിക്കപ്പെട്ടു. നൈവേദ്യാമൃതസ്യ പ്രാധാന്യം തേന
സഹ ഏകീഭാവോ ജലഗന്ധാദി അമൃതാനാം ഏവം തദമൃതം ഏകമേവ സമ്പന്നം സ്യാത് ഇതി. അമൃതമയ ഇതി സോമോ നാമ അയം രസകരോ അംശ ഇതി സൂചിതം. യദ്വാ ജലഗന്ധാദി രസേഷു യഥാ രസഗന്ധാദിശക്തയ ഏവം ഇഹ അമൃതമയേ ഭൂതാദിശക്തിരിതി. ഇവിടെ നൈവേദ്യ അമൃതസ്യ പ്രാധാന്യം, നിവേദ്യം ആയിരിക്കുന്ന അമൃതത്തിന്റെ പ്രാധാന്യത്തെ അതുകൊണ്ട് സഹ ഏകീഭാവ ഈ ഒരുമിച്ച് വരുന്നതായിരിക്കുന്ന ഈ ഭാവ, സഹ ഏകീഭാവ ഒരുമിച്ച് വരുന്നതായിരിക്കുന്ന ഈ ഏകീഭാവ ഐക്യഭാവ ജലഗന്ധാദ്യമൃതാനാം ജലം ഗന്ധം തുടങ്ങി അമൃത് കഴിവോളമുള്ള എല്ലാത്തിൻ്റെയും ഏവം തദമൃതം ഏകമേവ സമ്പന്നം സ്യാത്. അതിന്റെ അമൃത് ഏകമേവ സമ്പന്നം സ്യാത്. അതിന്റെ അമൃത് മയം നല്ലോണം നന്നായിട്ട് തന്നെ സമ്പന്നം സ്യാത് സമ്പന്നമായിട്ട് ഭവിക്കുന്നു. അമൃതമയേതി സോമോ നാമ അയം രസകരോ അംശ ഇത് സൂചിതം. അമൃതമയം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സോമൻ എന്ന പേരോട് കൂടിയ അദ്ദേഹം രസകരോ അംശ, രസകരമായിരിക്കുന്ന, രസകരം എന്ന് പറയുമ്പോൾ രസത്തെ ഉണ്ടാക്കുന്ന, രസത്തെ ഉണ്ടാക്കുന്ന അംശ ഇത് സൂചിതം. ആ രസത്തെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന അമൃതമയമാണ് എന്ന് സൂചിക്കപ്പെട്ടു. യദ്വാ ജലഗന്ധാദിരസേഷു ജലം ഗന്ധം തുടങ്ങിയിട്ടുള്ള രസങ്ങളിൽ യഥാ രസഗന്ധാദിശക്തയ ഏവം ഇഹ അമൃതമയേ ഭൂതാദിശക്തിരിതി. ഇവിടെ ജലം ഗന്ധം തുടങ്ങിയിട്ടുള്ള രസങ്ങളില് എപ്രകാരമാണോ രസഗന്ധാദിശക്തയ ഈ രസഗന്ധം തുടങ്ങിയവയുടെ ശക്തികള് ഇപ്രകാരം ഇഹ ഇവിടെ അമൃതമയമായിട്ടുള്ള ഭൂതാദിശക്തികള് എന്ന് പഞ്ചഭൂതാദി ശക്തികള് എന്ന് പറയപ്പെട്ടു. ഈ പഞ്ചഭൂതാദി ശക്തികളുടെ ഒക്കെയാണ് രസങ്ങള് അവിടെ യോജിക്കുന്നത് എന്ന് അർത്ഥം. അതാണ് രസഗന്ധാദിശക്തയ ഏവം ഇഹ അമൃതമയേ ഭൂതാദിശക്തിരിതി. വൃഷ്ട്യാചാപി സമഷ്ട്യാച ഭൂതാനാമീശയായിനാം കാരണേനാപി സംഭേദാദ്രസസ്തു ത്രിവിധോ മതഃ. വ്യഷ്ട്യാചാപി സമഷ്ട്യാച. വ്യഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുണ്ട്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ വെവ്വേറെ ആയിട്ടുള്ളത്, സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ളത് എന്നർത്ഥം. വ്യഷ്ടിയും സമഷ്ടിയും. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിട്ടുള്ള അവസ്ഥ, അതാണ് വ്യഷ്ടി, വെവ്വേറെ ആയിട്ടുള്ളത്. സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒക്കെ കൂടി കൂട്ടി യോജിച്ചിട്ടുള്ളത്. അതാണല്ലോ സമഷ്ടി മന്ത്രം എന്നൊക്കെ പറയാൻ കാരണം. ഈ സമഷ്ടി മന്ത്രമാവാനുള്ള കാരണം ആ പീഠ പൂജയുടെ ബാക്കി എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരർത്ഥം അല്ലെങ്കിൽ വരുന്നതാണ് അവസാനത്തെ മന്ത്രം. അതുകൊണ്ടാണ് അതിന് സമഷ്ടി മന്ത്രം എന്ന് പേര് വരാൻ കാരണം. ഏതായാലും ഇവിടെ വ്യഷ്ട്യാചാപി സമഷ്ട്യാച, വ്യഷ്ടിയായിട്ട് അതേപോലെ സമഷ്ടിയായിട്ടും ഉള്ള, ഇങ്ങനെ രണ്ട് തരത്തിലുമുള്ള ഭൂതാനാം ഭൂതങ്ങളുടെ ഈശയായിട്ട് മാറിത്തീരുന്ന കാരണേനാപി സംഭേദാദ്രസസ്തു ത്രിവിധോ മത. അപ്പൊ വ്യഷ്ടിയായിട്ട് സമഷ്ടിയായിട്ടും ഈ ഭൂതങ്ങൾക്ക് ഈശയായിട്ട് മാറിയ, ഈശ എന്ന് പറഞ്ഞാൽ തന്റെ അധിപതി ആയിട്ട് മാറിയിരിക്കുന്ന
കാരണേനാപി ആ കാരണം കൊണ്ട് തന്നെ സംഭേദാദി രസസ്തു ത്രിവിധോ മത ഈ അങ്ങനെയുള്ള ഭേദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ രസം 3 തരത്തില് പറയപ്പെട്ടിട്ടുണ്ട്. ഇത് ഗ്രന്ഥാരംഭേ ചെയ്ത സൂചിതം ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാരംഭഭൂതാത്മകൈരിതി അതതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രസയോഗാനുസന്ധാന രീത്യ എവ സോമയോഗാനുസന്ധാനം ഇഷ്യതേ. രസയോഗാനുസന്ധാന രീത്യ എവ രസയോഗത്തെ അനുസന്ധാനം ചെയ്യുന്ന രീതി പോലെ തന്നെ ആണ് സോമയോഗാനുസന്ധാനം പറയപ്പെട്ടത്. അതായത് രസങ്ങൾ എപ്രകാരമാണോ അനുസന്ധാനം കൂടിച്ചേരുന്നത് അതേപോലെ തന്നെ സോമയോഗ അനുസന്ധാനം. സോമയോഗം എന്ന് പറഞ്ഞാൽ അമൃത്, അതാണ് സോമകലകള്. അമൃത യോഗം കൂടി പറയപ്പെട്ടു. ഭൂതാദിശക്തിരപി തൈജസതസ്വകീയാത് ദ്രാങ്നിസൃത സകലവർത്തിരസേഭ്യയിന്ദും കൃത്വാഞ്ജലൗ തദനലോദിതശക്തിഹസ്തേ സംപ്രാപ്യ തത്ര വിലയം വജതി ക്ഷണേന. സാപിതം സാഞ്ജലിഗതം സോമം സകല നിഷ്കളേ സമർപ്യ സർവതോഗ്ന്യാത്മന്യത അത്രൈവ ലീയതേ. ഭൂതാദിശക്തി അപി ഭൂതാദിശക്തികള് തൈജസത സുഗീയാത് ആ തേജസ് കൊണ്ട് സുഗീയമായിട്ടുള്ള ദ്രാങ്നിസൃത സകലവർത്തി രസേഭ്യ ഇന്ദു ഈ എല്ലാ രസങ്ങളിൽ നിന്നും ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അമൃതമയ അംഗങ്ങളൊക്കെ. ആ അമൃതമയ രസങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് ചന്ദ്രന്റെ അവിടെയാണ്. ചന്ദ്രൻ്റെതാണ് ഈ രസങ്ങൾ അമൃത രസത്തെ വരിക. അങ്ങനെയുള്ള ഇന്ദും അഞ്ജലൗ കൃത്വ അഞ്ജലിങ്കൽ ചെയ്തിട്ട് തദനലോദിത ശക്തിഹസ്തേ തദനല ഉദിത ശക്തിഹസ്തേ ആ അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി. അനലങ്കൽ ഉദിതമായിരിക്കുന്ന ശക്തി ഉള്ള ഹസ്തേ ആ സൂര്യനല്ല അനലൻ എന്ന് പറയുമ്പോ അഗ്നിയുടെ ഉദിത ശക്തി, അഗ്നിയുടെ ശക്തി ഉണ്ടായിട്ടുള്ള ആ ഹസ്തത്തിൽ കയ്യില് അഗ്നിയുടെ ശക്തി ഉണ്ടായിട്ട് വന്നിട്ടുള്ള അവസ്ഥയിൽ എന്നർത്ഥം. സംപ്രാപ്യാതത്ര വിലയം അവിടെ സംപ്രാപ്യാതത്ര വിലയം വ്രജതി ക്ഷണേന വളരെ പെട്ടെന്ന് തന്നെ ക്ഷണേന സംപ്രാപ്യ തത്ര വിലയം വജതി. അവിടെ അഗ്നിയുടെ ശക്തി കയ്യിൽ ആക്കിയിട്ട് ആ ശക്തിയെ തത്ര വിലയം വ്രജതി അവിടേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുക. സാപി തം സ്വാഞ്ജലിഗതം സോമം സകള നിഷ്കളേ എന്നിട്ട് ഈ ശക്തി എന്ത് ചെയ്യും? അതായത് അഗ്നിയുടെ ശക്തി എന്ത് ചെയ്യും? സാപി തം സാഞ്ജലിഗതം സോമം അഞ്ജലിങ്കൽ ഉള്ളതായിരിക്കുന്ന സോമം ആ സോമനെ അമൃതത്തെ സകള നിഷ്കളേ സമർപ്യ ആ സകള നിഷ്കളനായിരിക്കുന്ന ആ ദേവന് സമർപ്യ സർവത അഗ്നി ആത്മന്യതി തത്രൈവ ലീയതേ അഗ്നിയാത്മാവായിരിക്കുന്ന തത്ര ഏവ ലീയത അവിടെ തന്നെ ലയിപ്പിക്കുന്നു. ഇത് ജാജ്വല്യമാനഗ്രഹണേന ദ്വിവിധ ഏവം സമർപ്പണ ഭാവന ഇത്യപി സൂചിതം. ഈ ജാജ്വല്യമാനം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദ്വിവിധ 2 തരത്തില് ഇങ്ങനെ സമർപ്പണ ഭാവന ഇത്യപി സമർപ്പണ ഭാവന 2 തരത്തിലുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചു. കൃൺമൂർത്യഭിഖ്യം ഇത്യനേന രഹസ്യം സമർപ്പണാന്തരം അപ്പി സൂചിതം. കൃൺമൂർത്യഭിഖ്യം എന്ന് പറഞ്ഞതുകൊണ്ട്
തൃൺമൂർത്തി ഹൃദയമൂർത്തിയായിട്ടുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് എന്തുണ്ട്? രഹസ്യം സമർപ്പണാന്തരം അപി സൂചിതം. ഈ സമർപ്പിക്കുന്നതിന്റെ രഹസ്യമായിട്ടുള്ള അവസ്ഥയെയും സൂചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ചെയ്യുകയാണ് പതിവ്. ഇതൊക്കെ ഇങ്ങനെ ശരിക്കും അതുകൊണ്ടാണ് പല സ്ഥലത്തും ഈ നിവേദ്യത്തിന്റെ സമയത്ത് അമ്പലം അടയ്ക്കുക എന്ന് പറഞ്ഞാല് ഈ സാധാരണക്കാർക്ക് പിന്നെ തൊഴാൻ പറ്റാത്ത അതുപോലെ എന്തെങ്കിലും മറവ് ഒക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട് എന്നർത്ഥം. അവിടെ സംപ്രാപ്യ തത്ര വിലയം ഭജതി ക്ഷണേന സാപിതം സാഞ്ജലികതം സോമം സകല നിഷ്കളെ സമപ്യ സർവതോ ജ്ഞാപ്യത തത്ര ഈവലീയതേ. അങ്ങനെ സാ അപി ആ ശക്തി എന്ത് ചെയ്തു? തം സാഞ്ജലികതം സോമം സകല നിഷ്കളെ അവിടെ സമർപ്പിച്ചിട്ട്, സോമനെ അവിടെ സമർപ്പിച്ചിട്ട് സർവത അഗ്നിയാത്മനി അഥ തത്രൈവ ലീയതേ, അഗ്നിയാത്മാവായിട്ടുള്ള ആ ദേവങ്കലേക്ക് ലയിക്കുന്നു എന്നർത്ഥം. ഇതി ജാജ്വല്യമാനഗ്രഹണേന ദ്വിവിധ ഏവം സമർപ്പണഭാവന ഇത്യപി സൂചിതം. ഇപ്പൊ ജാജ്വല്യമാനം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സമർപ്പണ ഭാവന ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തൃൺമൂർത്തി അഭിഖ്യം ഇത്യനേന രഹസ്യം ആദ്യം പറഞ്ഞു. തൃൺമൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ടുള്ള സമർപ്പണം ഉണ്ട് എന്ന് പറഞ്ഞു. തൃൺമൂർത്തേരഭിഖ്യ യസ്മിൻ ഇതി സമാസ. തൃൺമൂർത്തി അഭിഖ്യം എന്ന് പറഞ്ഞത് എന്താണ്? തൃൺമൂർത്തയെ അഭിഖ്യ, തൃൺമൂർത്തിയുടെ അഭിഖ്യ അതാണ്, അത് യസ്മിൻ അതാണ് സമാസം. തസ്മിൻ സകല നിഷ്കളേ അന്ത സകളസ്യ തൃൺമൂർത്തിർ നാമരൂപമഹിമ ഇത്യേവം അവഭാസമാനം അവതിഷ്ഠതേ ഇതി തദുക്തം. ഇവിടെ തൃൺമൂർത്തി എന്ന് പറയുന്നത് ദേവങ്കല് സകള നിഷ്കളേ, സകളവും നിഷ്കളവുമായിട്ടുള്ള അതിന്റെ ഉള്ളില് സകളസ്യ സകളനായിരിക്കുന്ന തൃൺമൂർത്തി ഹൃദയമൂർത്തി നാമരൂപം അഹമഹമിത്യേവ, നാമരൂപമഹമഹമിത്യേവ, നാമരൂപ അഹമഹം അങ്ങനെയുള്ള ഒരു തരത്തില് അഹമഹം എന്ന് പറയാറുണ്ട്. ഇത്യേവം അവഭാസമാനം അവതിഷ്ഠതേവി. അങ്ങനെ അവഭാസം ശോഭിക്കുന്ന തരത്തില് അവശേഷിക്കുന്നു. അവതിഷ്ഠതേ ഇതി തദുക്തം. അത് എപ്രകാരമാണ്? വേറെ തരത്തിൽ പറയാണ്. സകളം തദപീതി കേചിദാഹുസ്ഫുരണം തത് കില ഹൃദ്ഗതാസ്യമൂർത്തി ഇതി. സകളം തത് അപി ഇതി കേചിത് ആഹു. തത് സ്ഫുരണം തത് കില ഹൃദ്ഗതാ അസ്യ മൂർത്തി. സകളം തത് അപി ഇതി കേചിദാഹു. തത് സകളം അപി സകലമായിട്ടുള്ള അത്, സകലം തത് അപി ഇതി അതിനെയും ചിലര് പറയപ്പെടുന്നു. സ്ഫുരണം തത് സ്ഫുരിക്കുന്നതായിട്ടുള്ള അതിനെ ചിലര് പറയപ്പെടുന്നു. കില ഹൃദ്ഗതാസ്യ മൂർത്തി, ഹൃദ്ഗത അസ്യമൂർത്തി, ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന ആ മൂർത്തിയെ ആണ് അവിടെ സമർപ്പിക്കുന്നത് എന്നർത്ഥം. ഇതി പരമപി തന്നിഷ്കളം രൂപം പൂജനീയാംശേഷു പ്രധാനത്വാത് ദുരനുസന്ധാനത്വാച്ച സ്വേച്ഛയായവ സകളതാം ആപന്നം ഭവതി. ഇവിടെ തന്നിഷ്കളം രൂപം, പരം അപി തന്നിഷ്കളം, പരമായിട്ടുള്ള, പരം സൂക്ഷ്മം സ്ഥൂലം അങ്ങനെ മൂന്ന് തരത്തിലാണ്. അതില് പരമായിട്ടുള്ള ആ നിഷ്കളം രൂപം, നിഷ്കളമായിട്ടുള്ള ആ രൂപത്തെ പൂജനീയാംശേഷു പ്രധാനത്വ,
പൂജനീയ അംശേഷു പൂജനീയമായിരിക്കുന്ന അംശങ്ങളിൽ വെച്ച് പ്രധാനത്വാത് അത് വളരെ പ്രധാനമായിട്ട് ഉള്ളതാണ്. ഈ പരമായിട്ടുള്ള നിഷ്കളമായിട്ടുള്ള രൂപം അത് വളരെ പ്രധാനമാണ്. പ്രധാനത്വാത് ദുരനുസന്ധാനത്വാച്ച അത് അതിനെ അനുസന്ധാനം ചെയ്യാം അത്ര എളുപ്പമല്ല. അത് കുറച്ച് കഷ്ടമാണ്. അങ്ങനെ കുറച്ച് വിഷമമാണ് ആ സങ്കല്പങ്ങളും ഒക്കെ ചെയ്യാൻ എന്നർത്ഥം. അതുകൊണ്ട് സ്വേച്ഛയായേവ സകളതാം ആപന്നം ഭവതി. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സകളതാം ആപന്നം ഭവതി. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ സകലതാം സകളമായിട്ടുള്ള അവസ്ഥയെ ആപന്നം ഭവതി. അങ്ങനെ നമ്മൾ ആപന്നമായിട്ട് ഭവിക്കുകയാണ്. ആ തരത്തില് നമ്മൾ സങ്കല്പിക്കുകയാണ് അർത്ഥം. മൂർത്തിത്വാത് ഏവ അമൃതസാരസ്യ പ്രകൃതി ലക്ഷണസ്യ അംശാ ഏവ രസഗന്ധാദിരൂപാ സമർപ്പണീയാ. ഇവിടെ മൂർത്തിത്വാത് മൂർത്തി ആയിട്ടുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കൊണ്ട് തന്നെ മൂർത്തിത്വാത് ഏവ അതുകൊണ്ട് തന്നെ അമൃതസാരസ്യ പ്രകൃതി ലക്ഷണസ്യ അംശാഹ ഏവ അമൃതസാരമായിട്ടുള്ളതിന്റെ പ്രകൃതി ലക്ഷണസ്യ പ്രകൃത്യാ ഉള്ള ലക്ഷണം അതാണ് പ്രകൃതി ലക്ഷണസ്യ അംശാഹ ആ പ്രകൃതി ലക്ഷണത്തിന്റെ അംശങ്ങള് തന്നെയാണ് രസഗന്ധാദിരൂപാ സമർപ്പണീയ രസം ഗന്ധം തുടങ്ങിയ രൂപങ്ങൾ സമർപ്പിക്കുന്നത്. തത് ഭാവന തു ഏവം മുക്ത ആ ഭാവന ഇപ്രകാരത്തിൽ പറയപ്പെടുകയാണ്. പഞ്ചഭൂതാത്മഭൂതാസ്യു ശക്തയസ്തത് സമുദ്ഗത ഭോക്തുര്യഥോക്തദേശേഷു രസാത് തസ്മാത് സമർപ്പിതാത് ആദായ അഞ്ജന്യാദിവ്യഭൂത സൂക്ഷ്മാണി കേവലം രസനാദിപ്രദേശേഷു ഋൺമൂർത്തൗ വിനിധായതാ ലയം ഗച്ഛന്തി തത്രൈവ ഋൺമൂർത്തൗ സർവകാരണേ ഇതി മൂർത്തിദ്വയാഭിപ്രായം ഏതത്. ഇവിടെ പഞ്ചഭൂതങ്ങൾ ആയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തന്നെ ആ അഞ്ച് പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതാത്മഭൂത അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതങ്ങളായ സ്യു ശക്തയ സത് സമുദ്ഗത ആ ശക്തികള് അവിടെ സമുദ്ഗതന്മാരായിട്ട് ഭവിക്കണം. ഭോക്തുർ യഥോക്തദേശേഷു രസാത് തസ്മാത് സമർപ്പിതാത് ആദായ അഞ്ജലിനാദിവ്യഭൂത സൂക്ഷ്മാണി കേവലം രസനാദി പ്രദേശേഷു ഹൃൺമൂർത്തോ വിനിധായതാ ലയം ഗച്ഛന്തി തത്ര ഇവ ഹൃൺമൂർത്തോ സർവകാരണേ ഇതി. അപ്പൊ ഇതിങ്ങനെ വളരെ വിശദമായിട്ടങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു പോവുകയാണ്. കൂടുതൽ പറയുന്ന സമയത്ത് ഇതിന് ഇനിയും തീരാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു 2 ക്ലാസ്സും കൂടി ഉണ്ടായാലും ഇത് തീരുമെന്ന് അറിയില്ല. നമുക്കിങ്ങനെ വായിച്ച് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അർത്ഥം പറഞ്ഞു പോവാം. കുറച്ചൊക്കെ മനസ്സിലാവും. ആയിക്കോട്ടെ, നമുക്ക് തൽക്കാലം നിർത്താമെന്ന് തോന്നുന്നു. അപ്പൊ ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇതങ്ങോട്ട് നിർത്താം. എന്നിട്ട് സംശയം ചോദിക്കണം, അങ്ങനെ ചോദിക്കാം.